അത് സാമ്പത്തികം ഉള്ളതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് ഈ PSCക്കാർക്ക് ശമ്പളം കൂട്ടിയത്. ആ സാമ്പത്തികം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ ഒരിതുള്ളതെന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ 12% എന്നുള്ളത് 13% കൂടെ കൂട്ടി 15% ആക്കി അടുത്ത മാസം ഏപ്രിൽ മുതൽ കൊടുക്കുന്നു. അത് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണോ സാർ? അതെല്ലാം ഇപ്പോൾ സാമ്പത്തികമുണ്ട്. പക്ഷേ ആശാ വർക്കർക്ക് മാത്രമാണ് സാമ്പത്തികം ഇല്ലാന്ന് ഈ ഗവൺമെൻറ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് നമ്മളെ തള്ളിക്കളയരുത്. കാരണം എന്താ പറയുക, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ സമരത്തിലോട്ട് വന്നത്. നമ്മുടെ ഈ ഇപ്പോഴത്തെ തുക തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ശമ്പള വർധന നടപ്പാക്കുന്ന പേ കമ്മീഷൻ ശുപാർശ നടപ്പാക്കുമ്പോൾ ഏതാണ്ട് 5.5 ലക്ഷം മനുഷ്യർക്കാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. നിങ്ങൾ 27,000 പേരേ ഉള്ളൂ. നിങ്ങൾ എണ്ണത്തിൽ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചതായിരിക്കും ചിലപ്പോൾ അതായിരിക്കും സാർ. കാരണം ഞങ്ങൾ ആൾ കുറവല്ലേ, മറ്റേതാകുമ്പോൾ എണ്ണം കൂടുതലുണ്ടല്ലോ. പക്ഷേ കുറവുള്ളവരല്ലേ പരിഗണിക്കാനുള്ളത്. പ്രത്യേകിച്ച് താഴ്ത്തട്ടിൽ കിടക്കുന്ന നമ്മളെ ആശാ വർക്കർമാരെയാണ് പരിഹരിക്കാനുള്ളത്. പക്ഷെ അവർ പരിഹരിക്കുന്നില്ല. പിന്നെ സാറ് ഗോപിനാഥ് സാറ് പറയുകയുണ്ടായിരുന്നു, കാരണം സാറിന് എപ്പോഴും എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ സ്ത്രീകളോട് ഒരു പ്രത്യേകത എന്തോ ഞങ്ങളൊരു വില കുറച്ച് കാണല്ലേ. കാരണം സാറ് നേരത്തെ പറഞ്ഞിട്ട് മീഡിയക്കാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ഒരു ഇതാണ്, അതുകൊണ്ടാണ് മീഡിയക്കാർ ഞങ്ങളുടെ ഇതിൽ കുറച്ച് മുന്നേ സാർ പറഞ്ഞത്. പക്ഷേ അതൊന്നും പറയരുത്. കാരണം നമ്മൾ സ്ത്രീകളാണ്, കഷ്ടപ്പെടുന്ന സ്ത്രീകളാണ്. സാറിന് അറിയാം, ഞങ്ങൾ അടിത്തട്ടിൽ കിടന്ന് കഷ്ടപ്പെടും. ഞങ്ങൾ ഓരോ റൂട്ടിലിറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തത് കൊണ്ടാണ് നമ്മുടെ നല്ല രീതിയിൽ നമ്പർ 1 നിന്നത് ആരോഗ്യവകുപ്പ്. അത് സാറ് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മളെ എപ്പോഴും ചവിട്ടി താഴ്ത്തരുത്. കാരണം ഞങ്ങൾ അത്രയ്ക്ക് നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ പണിയെടുക്കുന്നത്. അല്ല ഞങ്ങൾ വെറുതെ ഇരിക്കുന്നതല്ല. 7,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയല്ല സാർ. നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ഭരണക്കാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോഴത്തേക്ക് 7,000 രൂപ ആക്കും. കാരണം 700 രൂപ ദിവസവേതന 700 രൂപ ആക്കുമെന്നാണ്. അപ്പോൾ ആ 700 രൂപ ആകുമ്പോഴത്തേക്ക് 71,000 രൂപ ഞങ്ങൾ ചോദിച്ചുള്ളൂ, അല്ലാതെ 26,000 രൂപ ഞങ്ങൾ ചോദിച്ചില്ല സാർ. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ പേര് ഹസ്ബൻഡും അമ്മമാരും എല്ലാം, കാരണം കിഡ്നി പേഷ്യൻ്റുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവർ, അങ്ങനെ ഒത്തിരി പേരുള്ളതാണ്. അപ്പോൾ അവർക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി, ഞങ്ങളുടെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയാണ് സാറേ ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങിയത്. അല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയതുമല്ല. ഞങ്ങളിപ്പോൾ ഈ നിരാഹാര സമരം തുടങ്ങിയിട്ട് 2 ദിവസമായി. ഞങ്ങൾ 17-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നപ്പോൾ അവിടെ പെട്ടെന്ന് തീരുമാനിച്ചതല്ല ഈ സമരം, നിരാഹാരം. അന്ന് അവിടെ തീരുമാനിച്ചതാണ് ഞങ്ങൾ നിരാഹാരത്തിലോട്ട് 20-ാം തീയതി മുതൽ പോകുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ഗതികേട് ഞങ്ങളെ ഒന്നിലും പരിഗണിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ നിരാഹാര സമരത്തിലോട്ട് പോയത്. അല്ലാതെ ഞങ്ങൾ ഒരു വാശിയോ ധാർഷ്ട്യോ ഒന്നുമല്ല. ഞങ്ങൾക്ക് വേറെ എന്തോ ധാർഷ്ട്യം. 21,000 എന്നുള്ളത് നിങ്ങൾ ആവശ്യപ്പെടുന്ന വർധന മീറ്റ് ചെയ്താൽ സംസ്ഥാന സർക്കാരിന് ഒരു വർഷം 4,500 കോടി രൂപയുടെ അധിക ബാധ്യതയാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ എത്രയോ നാളുകളായി സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി മൽപ്പിടുത്തത്തിലാണ് ഈ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസിൻ്റെ പേരിൽ. അപ്പോൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് CITU പറയുന്നത്. ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ച സാർ ചെയ്യാനുള്ളത്? ഞങ്ങൾ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ ശമ്പളമല്ലേ, വേതനമല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. അത് നമുക്ക് തരാൻ വയ്യ സാർ ഗവൺമെൻറ്റിന്. അപ്പോൾ അത് ഞങ്ങൾ കൂടുതലല്ല സാർ ചോദിക്കുന്നത്. അത് അവരെ മനസ്സിലാക്കണം. ഇപ്പോൾ എപ്പോഴും പറയും ഞങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുന്നില്ല എന്ന്. ഞങ്ങൾ കേന്ദ്രത്തോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇൻസെൻറ്റീവ് കൂട്ടിത്തരണം. അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇൻസെൻറ്റീവിൽ വർധനവ് വരണം. പിന്നെ അതുപോലെ ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ നേരിട്ട് ലഭിക്കേണ്ട ഒരു വഴി ഉണ്ടാക്കി തരുക. കാരണം ഇപ്പം കേന്ദ്രവും സംസ്ഥാനവും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴത്തേക്ക് നമ്മൾ വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ത്രീകളായ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഒരുപാടേറെ പണിയുണ്ട് സാർ. ഞങ്ങളിപ്പോൾ ഒരു പകർച്ചവ്യാധി വന്നിരുന്നാലും ഞങ്ങൾ ഇറങ്ങണം. 50 വീട് ഉടൻ തന്നെ വിസിറ്റ് ചെയ്യണം. പരിസരങ്ങളും 50 വീട് വിസിറ്റിന്. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ CITUവിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാവരുടെയും ഒരേ ഒരു ആക്ഷേപം നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ കേന്ദ്രത്തിനായ സമരരംഗത്തില്ല. ഇപ്പോൾ UTUC ഈ കേന്ദ്ര സംയുക്ത സമരസമിതിയിലുണ്ട്. പക്ഷേ എന്നിട്ട് കൂടി ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമായുള്ളൊരു സമരമാക്കി ഇതിനെ മാറ്റുന്നു. ഇതൊരു മഴവിൽ സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമരമാണ്. ഇതിൽ RSS ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, SDPI ഉണ്ട്, എല്ലാ മുള്ളുമുരുക്കും മൂർഖൻ പാമ്പുകളുമുണ്ട്. നിങ്ങൾ അവരെ എല്ലാം കൂട്ടി സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സമരമാക്കി ഇതിനെ മാറ്റുന്നു എന്നാണ് മറ്റൊരു ആക്ഷേപം. ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ അത് തന്നെയാണ് പറഞ്ഞത്. സാർ അങ്ങനെ ഒരു ഇതില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ പാർട്ടിയും തുണച്ച് വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരെയും സ്വീകരിക്കാറുണ്ട്.
അല്ലാതെ നമ്മൾക്ക് മഴവിൽ പാർട്ടി എന്ന് പറയുന്നത്, കാരണം എല്ലാവരും നമ്മളടുത്ത് വരാറുണ്ട്. അപ്പം നമ്മളടുത്ത് ഒരാൾ വരുമ്പോൾ അവരെ തിരസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നമ്മൾ ആര് പിന്തുണച്ച് വരുന്നോ അവരെയൊക്കെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതിപ്പോൾ ഏത് പാർട്ടി ആയിരുന്നാലും ശരി തന്നെ. അത് ഇപ്പോൾ ഭരണപക്ഷം കാണുന്നത് തെറ്റായ രീതിയാണ്. നമ്മൾ കാരണം ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളിത് ഈ സമരം തകർക്കാൻ വേണ്ടിയിട്ടും കാണുന്നതാണ്. അല്ലാതെ നമുക്ക് ആര് വന്നാലും ഞങ്ങൾ പിന്തുണയ്ക്കും സാർ, ഞങ്ങൾ പിന്തുണച്ച് വരുമ്പോൾ സ്വീകരിക്കും. അതിപ്പോൾ ഇവരായിരുന്നാലും പക്ഷേ ഇവരിൽ ആരും ഒരാൾ പോലും ഞങ്ങളെ പിന്തുണച്ച് വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഒരു നല്ലൊരു വാക്ക് അല്ലെങ്കിൽ പറയാത്ത എന്താ, ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും തുകയാ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് കൂടുതലായി പറ്റും, പക്ഷെ അതിൽ നിന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ തരാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സാർ? ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ സമരം നടത്തുന്നത്. അപ്പം നമ്മളെ ഒന്ന് പരിഗണിക്കുക. ഞങ്ങളെ പരിഗണിച്ച് ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങൾ എന്നേ പോവുമായിരുന്നു. പക്ഷേ ആ പരിഗണന കിട്ടാത്തത് കൊണ്ടാണ് ഇന്നും ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. ശരി.